ഒരു പ്രേക്ഷകൻ നമ്മളോട് പ്രതികരിക്കാനായി ചേരുകയാണ്. സലിം. സലിം കേൾക്കാമോ? കേൾക്കാൻ പറഞ്ഞു. സലിം എവിടെ നിന്നാണ് വിളിക്കുന്നത്? കോഴിക്കോട്. ഞാൻ മനസ്സിലാക്കുന്നത് സലിം മറ്റൊരാൾക്ക് വേണ്ടി ലോൺ എടുക്കാനായി ജാമ്യം നിന്നു. അടവ് തെറ്റിയപ്പോൾ സലിമിന്റെ സിബിൽ സ്കോർ കുറഞ്ഞു അല്ലേ? ബുദ്ധിമുട്ടുന്നു. അതെ അതെ, മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് എന്റെ ഒരു സുഹൃത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ജാമ്യം നിന്നിരുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ രണ്ടോ മൂന്നോ ദിവസം ലേറ്റ് ആയിട്ടുള്ളൂ അദ്ദേഹം അടയ്ക്കാൻ. അങ്ങനെ ലേറ്റ് ആയതുകൊണ്ട് പിന്നീട് അദ്ദേഹം ആ ലോൺ അടച്ച് ക്ലോസ് ചെയ്യുകയും ചെയ്തു. എന്നിട്ടും എന്റെ സിവിൽ സ്കോർ കുറഞ്ഞത് പിന്നീട് കൂടിയിട്ടുമില്ല. പിന്നെ മറ്റ് ലോണുകളൊക്കെ ക്ലോസ് ആകുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് കൂടുമെന്ന് ആണ് ബാങ്കിൽ നിന്ന് അന്വേഷിച്ചപ്പോൾ പറഞ്ഞ വീണ്ടും നിങ്ങളെ നിലവിലുള്ള ലോണുകൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ കൂടും, അല്ലെങ്കിൽ ഗോൾഡ് പണയം വെച്ചിട്ട് സിബിൽ സ്കോർ കൂട്ടണം എന്നൊക്കെയാണ് ബാങ്കിൽ നിന്നും അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയ വിവരം. അതായത് സലീമിന് ഇപ്പോൾ ലോൺ ആവശ്യമുണ്ടെങ്കിൽ കിട്ടാത്ത അവസ്ഥയാണ്. അതെ അതെ. തൊഴിലാളിയാണോ? എന്ത് ജോലിയാണ് ചെയ്യുന്നത്? ഓട്ടോ ഓടിക്കുന്നത്. ഓ, അപ്പോ വളരെയധികം ബുദ്ധിമുട്ട് ഇപ്പൊ ഈ ഒരു സംഭവം മൂലം, ഈ ഒരു സംവിധാനം മൂലം അനുഭവിക്കുന്നു അല്ലേ? അതെ, എന്റെ ഒരു സുഹൃത്തിന് ഇതേപോലെ മറ്റൊരു അനുഭവം ഉണ്ട്. അദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ ഫാദറിന് വേണ്ടിയിട്ട് ജാമ്യം നിന്നതായിരുന്നു. അപ്പം ഫാദർ മരിച്ചുപോയി. ഫാദർ മരിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ ലോണ് വണ്ടി റിക്കവർ ചെയ്ത് കൊണ്ടുപോയി. മരിച്ച ആളെ പേരിൽ ആയിരുന്നു വണ്ടി. അപ്പൊ അത് റിക്കവർ ചെയ്ത് കൊണ്ടുപോയി വണ്ടി സറണ്ടർ ചെയ്യുകയും ചെയ്തു. അതിനുശേഷം അതിന്റെ സെറ്റിൽമെന്റ് ഒക്കെ അവരുമായിട്ട് നടന്നെങ്കിലും ജാമ്യം നിന്ന് എന്റെ സുഹൃത്തിന്റെ സിവിൽ സ്കോർ പോയി. അദ്ദേഹത്തിന്റെ പെങ്ങളെ കല്യാണത്തിന് ലോൺ എടുക്കാൻ ചെന്നപ്പം അത് കിട്ടാത്തൊരവസ്ഥയിലേക്കും വന്നു. ഇതിനൊരു പരിഹാരം ഉണ്ടാവണം എന്നുള്ളത് അതിയായി ആഗ്രഹിക്കുന്നുണ്ടാവും അല്ലേ? തീർച്ചയായും. ആ ലോണ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്കിന്റെ ബാധ്യത എല്ലാം ക്ലോസ് ആയി കൊടുക്കുന്നുണ്ടല്ലോ. അപ്പം അവര് കസ്റ്റമർ അല്ലെങ്കിൽ ഇങ്ങനെ നമ്മളെ പോലുള്ള സാധാരണ തൊഴിലാളികൾ ബുദ്ധിമുട്ടിയിട്ട് ആണല്ലോ ലോൺ എടുക്കാൻ പോകുന്നത്. അപ്പൊ അവർ ലോൺ എടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അത് നേരെ ആയി കിട്ടാനുള്ളൊരു വഴി ഉണ്ടാവണം. കാരണം നമ്മൾ ആ ഒരു ബാങ്കിന്റെ ബാധ്യത അടച്ച് തീർത്തിട്ട് പോലും അത് ശരിയാവുന്നില്ല എന്നുള്ളതാണ് അതിന്റെ സത്യം. അതെ, തീർച്ചയായും സലീം മനസ്സിലാവുന്നു. ഓട്ടോറിക്ഷ തൊഴിലാളിയായ സലീമാണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത്.